ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എസ് സി ഖാസസ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ലൂജി പിരാൻറ്റലോയുടെ വാർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിക്കകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ടെക്സ്റ്റലായിട്ടുള്ള എല്ലാ ഡിസ്കോഴ്സുകളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ എ: വൈ ഡിഡ് ദ പാസഞ്ചേഴ്സ് ഹാവ് ടു സ്റ്റോപ്പ് അറ്റ് ഫാബ്രിയാനോ? എന്തുകൊണ്ടാണ് പാസഞ്ചേഴ്സിന് ഫാബ്രിയാനോയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്? ആൻസർ: ദ പാസഞ്ചേഴ്സ് ഹാഡ് ടു സ്റ്റോപ്പ് അൺടിൽ ഡോൺ at the small station of Fabriano in order to continue their journey by the old-fashioned local train to Sulmona. അതായത് സുൽമോനയിലേക്കുള്ള അവരുടെ യാത്ര ഒരു ഓൾഡ് ഫാഷൻഡ് ലോക്കൽ ട്രെയിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് നേരം പുലരുന്നത് വരെ ഫാബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനകത്ത് നിൽക്കേണ്ടി വന്നത്. സോ ആക്ച്വലി റോമിൽ നിന്നും സുൽമോനയിലേക്ക് ഒരു കണക്റ്റഡ് ട്രെയിൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യം ഫാബ്രിയാനോയിലെത്തി, ഫാബ്രിയാനോയിൽ നിന്നും ഒരു ഓൾഡ് ഫാഷൻഡ് ട്രെയിനിലാണ് അവർക്ക് സുൽമോനയിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ബി: ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ വുമൻസ് ഹസ്ബൻഡ്. ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ആൻസർ ഉണ്ട്. ദ വുമൻസ് ഹസ്ബൻഡ് വാസ് എ ടൈനി തിൻ ആൻഡ് വീക്ക് മാൻ വിത്ത് എ വെരി പെയിൽ ഫേസ്. ഓക്കെ, ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള തിന്നായ ഒരു വീക്ക് മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പെയിലായ വിളറിയതുപോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹിസ് ഐസ് വർ സ്മോൾ ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസി. ആളുടെ കണ്ണുകൾ വളരെ ചെറുതും ബ്രൈറ്റുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ കാണാൻ ഒരു ഷൈ ആയ ഒരു അൺഈസി ലുക്കായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സി: വൈ വാസ് ദ വുമൻ അപ്സെറ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ കഥയ്ക്കകത്തെ ആ ഒരു സ്ത്രീയെ അപ്സെറ്റായി കാണുന്നത്? ദ വുമൻ വാസ് അപ്സെറ്റ് ബിക്കോസ് ദിയർ ഓൺലി സൺ വാസ് സഡൻലി ഗോയിങ് ടു ദ വാർ ഫ്രണ്ട് ഇൻ 3 days. അതായത് 3 ദിവസത്തിനുള്ളിൽ അവരുടെ ഒരേ ഒരു മകൻ യുദ്ധമുഖത്തേക്ക് പോകാനിരിക്കുകയാണ്. ആൻഡ് ഷി വാസ് വറീഡ് അബൌട്ട് ഹിസ് സേഫ്റ്റി. അവൻ്റെ ആ ഒരു സുരക്ഷയെക്കുറിച്ച് അവൾ വറീഡ് ആയിരുന്നു. ഡി: വൈ വാസ് ദ ഓൾഡ് കപ്പിൾ ഗോയിങ് ടു സുൽമോന? എന്തിനാണ് ഈ ഓൾഡ് കപ്പിൾ സുൽമോനയിലേക്ക് പോകുന്നത്? ദ ഓൾഡ് കപ്പിൾ വാസ് ഗോയിങ് ടു സുൽമോന ടു സീ ദിയർ സൺ ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ ദ വാർ ഫ്രണ്ട്. വാർ ഫ്രണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ മകനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സുൽമോനയിലേക്ക് പോകുന്നത്. ഇ: ഹൗ ഡിഡ് ദ വുമൻ റിയാക്ട് വെൻ ഹർ ഹസ്ബൻഡ് എക്സ്പ്ലൈൻഡ് ദിയർ സിറ്റുവേഷൻ? തൻ്റെ ഭർത്താവ് അവരുടെ അവസ്ഥ വിവരിച്ചു കൊടുത്ത സമയത്ത് എങ്ങനെയാണ് ആ ഒരു സ്ത്രീ റിയാക്ട് ചെയ്തത്? ദ വുമൺ വാസ് റെസ്ലെസ് ആൻഡ് ആങ്ക്രി. ആക്ച്വലി അവൾ ആകെ ഡിസ്ഗസ്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൾക്കൊരു ആങ്ക്രി ഫീൽ ആയിരുന്നു. ഷീ ട്വിസ്റ്റഡ് ആൻഡ് റിഗിൾഡ് ആൻഡ് സംടൈംസ് ഗ്രോൾ ലൈക്ക് എ വൈൽഡ് ആനിമൽ. അവൾ പുളയാനും ഒരു വൈൽഡ് ആനിമലിനെ പോലെ മുരളാനൊക്കെ തുടങ്ങി എന്ന് പറയുന്നു. ബിക്കോസ് ഷി തോട്ട് നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ഹർ ഗ്രീഡ്സ്. കാരണം അവൾക്ക് തോന്നുകയാണ് എൻ്റെ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഒരാളെ കൊണ്ടും കഴിയുന്നില്ല എന്ന രൂപത്തിൽ റിഗിൾ ചെയ്യുന്നു, ട്വിസ്റ്റ് ചെയ്യുന്നു, ഒരു വൈൽഡ് ആനിമലിനെ പോലെ ഗ്രോൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ കാണിക്കുന്നത്. എഫ്: പാരൻ്റൽ ലവ് ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ്. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ ദിസ്? എന്താണ് പാരൻ്റൽ ലവ് ഒരു ബ്രെഡ് പോലെയല്ല എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് രക്ഷിതാക്കളുടെ സ്നേഹം ഒരു ബ്രെഡ് പോലെയല്ല, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആൻസർ: the speaker seems to suggest that a parent's love doesn't get divided among their children. അതായത് സ്പീക്കർ ഇവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷിതാക്കളുടെ സ്നേഹം ഒരിക്കലും മക്കളുടെ ഇടയിൽ വിഭജിച്ച് കൊടുക്കാനാവത്തില്ല. A parent loves each child fully and equally whether he or she has one child or many. ഏതൊരു പാരൻറ്റും അവരുടെ മക്കളെ ഇനിയിപ്പോൾ 1 കഴിഞ്ഞാലും 10 കഴിഞ്ഞാലും ഒരുപോലെയാണ് ഓരോ മക്കളെയും സ്നേഹിക്കുന്നത് എന്നതാണ്. ജി: വൈ ഡിഡ് ദ അതർ പാസഞ്ചേഴ്സ് സ്റ്റെയർ അറ്റ് ദ സ്റ്റൗട്ട് മാൻ? എന്തുകൊണ്ടാണ് പാസഞ്ചേഴ്സ് ആ ഒരു സ്റ്റൗട്ട് മാനെ സ്റ്റെയർ ചെയ്യാനുള്ള ഇങ്ങനെ തുറിച്ചു നോക്കാനുള്ള കാരണം? ദ അതർ പാസഞ്ചേഴ്സ് സ്റ്റെയർഡ് അറ്റ് ഹിം ബിക്കോസ് ഹി ആസ്ക്ഡ് എ ഷോക്കിംഗ് ക്വസ്റ്റ്യൻ വെദർ ദി ഗിവ് ലൈഫ് ടു ദിയർ ചിൽഡ്രൻ ഫോർ ദിയർ ഓൺ ബെനഫിറ്റ്. ആ ഒരു സ്റ്റൗട്ട് മാൻ ചോദിച്ച ആ ഒരു വിചിത്രമായ ചോദ്യം കേട്ടിട്ടാണ് ആ പാസഞ്ചേഴ്സ് മുഴുവൻ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് മക്കൾക്ക് ജന്മം നൽകുന്നത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. എച്ച്: അക്കോർഡിംഗ് ടു ദ സ്റ്റൗട്ട് മാൻ വാട്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ലവ് ഓഫ് ദിയർ കൺട്രി ഫോർ ഓൾഡർ പീപ്പിൾ? അതായത് വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യസ്നേഹത്തെക്കാളും സ്ട്രോങ് ആയിട്ടുള്ളത് എന്താണ് എന്നതാണ് ചോദ്യം.
ആൻസർ, ഫോർ ഓൾഡർ പീപ്പിൾ ദ ലവ് ഫോർ ദിയർ ചിൽഡ്രൻ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ലവ് ഓഫ് ദിയർ കൺട്രി. അതായത് വയസ്സായിട്ടുള്ള ആളുകൾക്ക്, വൃദ്ധരായ ആളുകൾക്ക് അവരുടെ രാജ്യത്തോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം അവരുടെ മക്കളോടാണ്. ഐ, വൈ ഡിഡ് ദ പാസഞ്ചേഴ്സ് സഡൻലി ബിക്കം സൈലൻറ്റ്? എന്തുകൊണ്ടാണ് പാസഞ്ചേഴ്സ് സഡൻലി സൈലൻ്റ് ആയത്? ദേ ബിക്കെയിം സൈലൻറ്റ് ബിക്കോസ് ദേ തോട്ട് ദേ അഗ്രീഡ് വിത്ത് ദ സ്റ്റൗട്ട് മാൻസ് വേർഡ്സ് ആൻഡ് വർ കൺസിഡറിങ് ഹൗ ഇറ്റ് അപ്ലൈ ടു ദിയർ ഓൺ സിറ്റുവേഷൻ. ഐ മീൻ, ആ ഒരു സ്റ്റൗട്ട് മാൻ്റെ വാക്കുകൾ ശരിയാണ്, അദ്ദേഹം പറയുന്നതിനോട് യോജിക്കുന്നു എന്ന കാരണത്താലാണ് പാസഞ്ചേഴ്സ് മുഴുവൻ സൈലൻ്റ് ആയത്. ജെ, വാട്ട് മെസ്സേജ് ഡിഡ് ദ സ്റ്റൗട്ട് മാൻ സൺ പാസ് ഓൺ ബിഫോർ ഹിസ് ഡെത്ത്? മരണത്തിന് മുന്നേ ആ ഒരു സ്റ്റൗട്ട് മാൻ്റെ മകൻ എന്ത് മെസ്സേജ് ആയിരുന്നു അയച്ചിരുന്നത്? ദ സൺസ് മെസ്സേജ് സേഡ് ദാറ്റ് ഹി വാസ് ഹാപ്പി ടു ഡൈ ഫോർ ഹിസ് കൺട്രി. ആ മകൻ അയച്ച മെസ്സേജിനകത്ത് ഐ മീൻ തൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ താൻ സന്തോഷവാനാണ് എന്നതായിരുന്നു മെസ്സേജ്. കെ, വൈ ഡിഡിൻ ദ സ്റ്റൗട്ട് മാൻ വെയർ മോർണിംഗ് ഫോർ ഹിസ് ഡെഡ് സൺ? എന്തുകൊണ്ടാണ് തൻ്റെ മരണപ്പെട്ട മകന് വേണ്ടിയിട്ട് ആ ഒരു തടിച്ച മനുഷ്യൻ മോർണിംഗ് ഡ്രസ്സൊന്നും ധരിക്കാതിരുന്നത്? ആൻസർ, ആസ് എ സൺ ഹാഡ് ഡൈഡ് ഹാപ്പിലി ആൻഡ് ബ്രേവ്ലി ദ ഫാദർ ഡിഡിൻ വോണ്ട് ടു ഷോ ഹിസ് സോറോ ബൈ വെയറിങ് മോർണിംഗ്. തൻ്റെ മകൻ ധൈര്യത്തോടുകൂടെ വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് മരിച്ചത് എന്ന കാരണം കൊണ്ട് തന്നെ തൻ്റെ സങ്കടം ഒരു വെയറിംഗ് ഡ്രസ്സിലൂടെയൊന്നും കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എൽ, വൈ ഡിഡ് ദ വിമൻ ഫീൽ സ്റ്റൺഡ് ബൈ ദ സ്റ്റൗട്ട് മാൻസ് വേർഡ്സ്? എന്തുകൊണ്ടാണ് ആ സ്ത്രീ ആ മനുഷ്യൻ്റെ വാക്കുകളിൽ സ്റ്റണ്ടായി കാണപ്പെടുന്നത്? ആൻസർ, ഷി വാസ് സ്റ്റൺഡ് വെൻ ഷി സോ ദാറ്റ് അതർ പാരൻസ് സീംസ് ടു ആക്സെപ്റ്റ് ദിയർ സൺസ് ഡെത്ത് വിത്ത് കറേജ് ആൻഡ് ഷി ഫെൽറ്റ് ഷി കുഡിൻറ്റ് ബി ലൈക്ക് ദെം. അതേം മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ അവരുടെ മക്കളുടെ മരണം ആക്സെപ്റ്റ് ചെയ്തിട്ട് ഐ മീൻ ശരിക്കും അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരൊന്നും തന്നെപ്പോലെയല്ല എന്ന കാര്യമാണ്. ഐ മീൻ അവരെപ്പോലെയൊന്നും ആകാൻ എനിക്കാകില്ല എന്നതുകൊണ്ടാണ് അവളാകെ സ്റ്റണ്ടായി വണ്ടറടിച്ച് നിൽക്കുന്നത്. എം, വൈ ഡിഡ് ദ അതർ പാസഞ്ചേഴ്സ് കൺഗ്രാറ്റുലേറ്റ് ദ സ്റ്റൗട്ട് മാൻ? എന്തുകൊണ്ടാണ് ആ സ്റ്റൗട്ട് മാനെ മറ്റു യാത്രികർ മുഴുവൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്? They congratulated him on his courageous acceptance of his son's sacrifice for the country. തൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള മകൻ്റെ ത്യാഗം വളരെ ധീരമായി സ്വീകരിക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന അച്ഛൻ്റെ വാക്കുകൾ, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്, അഭിനന്ദിച്ചത്. എൻ, വാട്ട് വാസ് ദ സ്റ്റൗട്ട് മാൻസ് റിയാക്ഷൻ ടു ദ വുമൻസ് ക്വസ്റ്റ്യൻ? ആ സ്ത്രീയുടെ ചോദ്യത്തോട് എങ്ങനെയാണ് ഈ സ്റ്റൗട്ട് മാൻ റിയാക്ട് ചെയ്തത്? He was shocked and speechless because the grieving mother's pointed question made him realize that his son was gone forever. ഐ മീൻ, ആ ഒരു ലേഡിയുടെ പോയിന്റ് ചെയ്യുന്ന രീതിയിലുള്ള, കുത്തി പറയുന്ന രീതിയിലുള്ള ആ ഒരു ചോദ്യം തൻ്റെ മകൻ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നൊരു ബോധ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നുണ്ട്. ഹി ബ്രോക്ക് ഡൗൺ ആൻഡ് ക്രൈഡ് അൺകൺട്രോളബിളി. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാതൊരു കൺട്രോളും ഇല്ലാണ്ട് ഹൃദയം പൊട്ടി കരയുന്നതായിട്ടാണ് നമുക്ക് കാണാനാവുന്നത്. ഓക്കെ, so then next, let's rewind. Question number 1, why were the passengers in the train distressed? എന്തുകൊണ്ടായിരുന്നു ആ ട്രെയിനിനകത്തെ ആളുകളും യാത്രക്കാരെ മുഴുവൻ സങ്കടത്തിൽ കാണപ്പെട്ടത്? ആൻസർ, ദ പാസഞ്ചേഴ്സ് were distressed because they were all affected by the war. അതിലെ യാത്രികർ മുഴുവൻ സങ്കടത്തിലായിരുന്നു, നിരാശയിലായിരുന്നു. കാരണം ഈ യുദ്ധം അവരെ എല്ലാം തന്നെ ബാധിച്ചിരുന്നു. ആൻഡ് ദ സഫറിങ് ഇറ്റ് കോസ്ഡ്, അതിൻ്റെ കോൺസിക്വൻസസും. Many had family members at the front or had lost loved ones. ആ യാത്രികരിൽ പല ആളുകൾക്കും അവരുടെ റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ് വാർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഷെയർഡ് ദ പെയിൻ ആൻഡ് ഫിയർ ഓഫ് ലോസിങ് someone dear. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദനയാണ് അവരവിടെ ഷെയർ ചെയ്യുന്നത്. Question number 2, why in your opinion did the woman ask the stout man if his son was really dead? എന്തിനാണ് ആ ഒരു തടിച്ച മനുഷ്യനോട് ആ ഒരു സ്ത്രീ നിങ്ങളുടെ മകൻ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത്? ആൻസർ, ദ വുമൺ ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ ബിക്കോസ് ഷി വാസ് സ്റ്റിൽ ഇൻ ഷോക്ക്. അവൾ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം അവൾ അപ്പോഴും ആകെ ഷോക്ക്ഡ് ആയിരുന്നു. ഷി വാണ്ടഡ് ടു ഹിയർ ഫ്രം സംവൺ if it was really true that a son could die and be accepted so calmly. She was trying to understand how others could be so strong. അതായത് അങ്ങനെ ശരിക്കും അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ
എങ്ങനെയാണ് ഓരോ പാരൻസും ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യുന്നത്, അവരതിനെ അംഗീകരിക്കുന്നത് എന്നവർക്ക് അറിയണമായിരുന്നു. മാത്രമല്ല മറ്റുള്ളവരെങ്ങനെയാണ് സ്ട്രോങ് ആയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, വൈ ഡിഡ് ദ സ്റ്റൗട്ട് മാൻ ബ്രേക്ക് ഡൗൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? എന്തുകൊണ്ടാണ് കഥയുടെ അവസാനത്തിൽ ആ ഒരു സ്റ്റൗട്ട് മാൻ ആകെ ഹൃദയം പൊട്ടിക്കരയുന്നു, അല്ലെങ്കിൽ ഒരു പൊട്ടിക്കരയുന്നതിൻ്റെ കാരണം എന്താണ്? ഹി ബ്രോക്ക് ഡൗൺ because the woman's question made him realize fully and painfully that his son was gone forever. ആ ഒരു സ്ത്രീയുടെ ചോദ്യമാണ് ശരിക്കും അദ്ദേഹത്തെ, തൻ്റെ മകൻ എന്നേക്കുമായി തന്നെ വിട്ടുപോയിട്ടുണ്ട് എന്ന ആ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അൺടിൽ ദെൻ ഹി ഹാഡ് ക്യാപ്റ്റ് ഹിസ് ഫീലിംഗ് ഇൻസൈഡ് ടു സ്റ്റേ സ്ട്രോങ്. അതുവരെ അദ്ദേഹം തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് സ്ട്രോങ് ആയിരിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. ദ ക്വസ്റ്റ്യൻ ബ്രോട്ട് ഓൾ ഹിസ് സോറോ ഔട്ട്. തൻ്റെ എല്ലാ സങ്കടങ്ങളെയും ആ ഒരു ചോദ്യം പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4, the other passengers were amazed to see the stout man break down. How would you respond in such a situation? ഐ മീൻ ഇതുപോലെയൊരു സിറ്റുവേഷനിൽ ആൾ പെട്ടെന്ന് ബ്രോക്ക് ഡൗൺ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഓൺലി ഫോർ യു. നിങ്ങളുടെ ഒരു ലാംഗ്വേജ് വെച്ച് യു ക്യാൻ ആൻസർ. ഓക്കെ, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഈസ് ദ സ്റ്റോറി ടെൽ us about the different ways in which people cope with grief and loss? അതായത് ഈ സ്റ്റോറിയിൽ ഈ നഷ്ടങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന് ഏതെല്ലാം രീതിയിലാണ് ഇവിടെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം പറയുന്നുണ്ട്. The story shows that some people try to hide their pain, at least for a time, while others express their sorrow openly. ചില ആളുകൾ അവരുടെ സങ്കടങ്ങളെ ഓപ്പണായി പറയുമ്പോൾ മറ്റ് ചില ആളുകൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എവ്രി വൺ ഡീൽസ് വിത്ത് ലോസ് ഇൻ ദിയർ ഓൺ വേ. ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് എന്ന കാര്യം പറയുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, കമ്പാരേറ്റീവ്ലി ഒരു വലിയ ചോദ്യമാണ്, നോക്കാം. Pirantello's story War presents a realistic picture of the misery and the meaninglessness of war even today. അതായത് പിരാൻറ്റലോയുടെ വാർ എന്ന് പറയുന്ന കഥ ഈ യുദ്ധത്തിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു അർത്ഥമില്ലായ്മയെക്കുറിച്ചാണ്, അതിൻ്റെ യാതനകളെക്കുറിച്ചാണ് ശരിക്കും പറയുന്നത്. ഇറ്റ് ഓൾസോ അപ്പിയേഴ്സ് ടു എ ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് നാഷണലിസം. ഐ മീൻ ദേശീയതയുടെ മൂല്യവും കൂടെ, അതിൻ്റെ പ്രാധാന്യത്തെ കൂടെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഷുഡ് ദ കോൺസെപ്റ്റ് ഓഫ് നാഷണലിസം ബി വൈഡൻ ടു പ്രൊമോട്ട് കോപ്പറേഷൻ റാദർ ദാൻ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ നാഷൻസ്? അതായത് രാജ്യങ്ങളിൽ തമ്മിൽ മത്സരങ്ങളെക്കാളും രാജ്യങ്ങൾക്കിടയിലെ കോപ്പറേഷനെയാണ് ഈ നാഷണലിസം ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡു യു തിങ്ക് ദാറ്റ് എ യൂണിഫൈഡ് വേൾഡ് വുഡ് എൻഷുർ എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഹ്യൂമാനിറ്റി ആൻഡ് ഫോർ ദ പ്ലാനറ്റ് എർത്ത്? അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ മാനവികതയ്ക്ക് ശരിക്കും ഒരു നല്ലൊരു ഫ്യൂച്ചറിനെ പ്രൊവൈഡ് ചെയ്യാൻ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള വേൾഡിന്, നല്ല ഐക്യത്തോടു കൂടിയുള്ള ഒരു ലോകത്തിന് സാധിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മെൻഷൻ ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റീസൺ ഇവൻറ്റ്സ് ഇൻ കറണ്ട് ലൈഫ് ടു സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ്സ്. അതായത് ഈ കഥയ്ക്കകത്തു നിന്നും അതല്ല നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻസസ് മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. ആൻസർ: പ്രൊഡക്റ്റീവ് നാഷണലിസം ഷുഡ് ഓഫ് കോഴ്സ് ഫോക്കസ് ഓൺ ഡൂയിങ് വൺസ് ബെസ്റ്റ് ഫോർ വൺസ് കൺട്രി. ഐ മീൻ ഒരു രാജ്യത്തിന്, ഒരാൾക്ക് ഏറ്റവും മാക്സിമം എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കണം പ്രൊഡക്റ്റീവ് നാഷണലിസം. ബട്ട് വി ഷുഡ് ഓൾസോ വർക്ക് ടുഗെദർ വിത്ത് ദ പീപ്പിൾ ഓഫ് ഓൾ നേഷൻസ് ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് പ്രോഗ്രസ്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് അതേ സമയം തന്നെ നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഐക്യത്തിനും വേണ്ടി കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. ദ സ്റ്റോറി ഷോസ് ഹൗ വാർ റിസൾട്ട്സ് ഇൻ പെയിൻ ആൻഡ് എൻകറേജസ് അസ് ടു ക്വസ്റ്റ്യൻ ദ നീഡ് ഫോർ വാർ. അതായത് ഈ യുദ്ധങ്ങൾ എത്രത്തോളം വേദനകളാണ് ഉണ്ടാക്കുന്നത്, മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ, ഐ മീൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ചോദിക്കാൻ ഇത് നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എ യുണൈറ്റഡ് വേൾഡ് ഇൻ വിച്ച് കൺട്രീസ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ കുഡ് മീൻ ദ എൻഡ് ഓഫ് വാർ. അതായത് എല്ലാ രാഷ്ട്രങ്ങളും വളരെയധികം ഐക്യത്തോടു കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഐ മീൻ ഈ യുദ്ധങ്ങളെയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അവസാനിപ്പിക്കാൻ പറ്റും. ഇറ്റ് വുഡ് ഓൾസോ ഹെൽപ്പ് സോൾവ് ഗ്ലോബൽ പ്രോബ്ലംസ് സച്ച് ആസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദ സ്പ്രെഡ് ഓഫ് പാൻഡമിക്സ്. അതായത് ഈ പകർച്ചവ്യാധികളുടെ ഈ പടർന്ന് പിടിക്കലിനെയും അതുപോലെ തന്നെ
കാലാവസ്ഥാ വ്യതിയാനത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ രാജ്യത്തെ എല്ലാ ആളുകളും ലോകത്തിലെ എല്ലാ ആളുകളും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും എന്ന രീതിയിലുള്ള ഒരു നാഷണലിസം, ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മളിവിടെ ഒരു ആൻസർ ചെയ്തിട്ടുള്ളത്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് വാർ ഇസ് നെവർ എ സൊല്യൂഷൻ. യുദ്ധം ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. നാഷണലിസം ഷുഡ് ബി പ്രൊഡക്റ്റീവ്. ദേശീയത എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം. രാജ്യത്തിന് നന്മ മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ ടെക്സ്റ്റിനകത്തെ ഡിസ്കോഴ്സസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. സോ പ്ലീസ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ ഓർഡിനറി പീപ്പിൾ ഹു സഫർ ഇൻ എ വാർ, നോട്ട് ദ പ്രിവിലേജ്ഡ്. അതായത് ഒരു യുദ്ധത്തിനകത്ത് യുദ്ധത്തിൻ്റെ യാതനകളും ഭവിഷ്യത്തുകളും അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്, അല്ലാത്ത ആളുകളല്ല. വാർ ബൈ ലൂജി പിരാൻഡലോ ഹൈലൈറ്റ്സ് ദ എഫക്റ്റ് ഓഫ് വാർ ഓൺ കോമൺ പീപ്പിൾ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എങ്ങനെയാണ് ഈ യുദ്ധം എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ലൂജി പിരാൻഡലോയുടെ വാർ ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ യുവർ സ്കൂൾ ഓൺ 6th August, ഹിരോഷിമ ഡേ. നിങ്ങളുടെ സ്കൂളിൽ ഹിരോഷിമ ഡേയുടെ അന്ന് ഓഗസ്റ്റ് 6ന് നിങ്ങളുടെ സ്കൂളിൽ ഡെലിവറി ചെയ്യാനുള്ള ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഉത്തരത്തിലേക്ക് നമുക്ക് നോക്കാം. ആൻസർ: റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. As all of you know, today is the 6th of August when the world observes the Hiroshima Day. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഫേമസ്ലി സെഡ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, ഐ നോ നോട്ട് വിത്ത് വാർ വെപ്പൻസ് വേൾഡ് വാർ 3 വിൽ ബി ഫോട്ട്. 3-ാം ലോക മഹായുദ്ധം എന്തായുധം വെച്ചാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് വേൾഡ് വാർ 4 വിൽ ബി ഫോട്ട് വിത്ത് സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ്. പക്ഷേ 4-ാം ലോക മഹായുദ്ധം നടക്കുന്നത് വടികളും കല്ലുകളും വെച്ചായിരിക്കും. ഓഗസ്റ്റ് 6, 1945 is a day when none among us was born. നമ്മളൊന്നും ജനിച്ചിട്ടില്ലാത്തൊരു സമയമായിരുന്നു 1945 ഓഗസ്റ്റ് 6. ബട്ട് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ് ഇൻ വേൾഡ് ഹിസ്റ്ററി. പക്ഷേ ലോക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമേറിയ ഒരു ദിനമാണ് അന്ന്. ഓൺ ദിസ് ഡേ, ഈ ഒരു ദിനമാണ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡ്രോപ്ഡ് ആൻ അറ്റോമിക് ബോംബ്. അമേരിക്ക ഒരു അറ്റോമിക് ബോംബ് വർഷിച്ചത്, ദ ലൈക്സ് ഓഫ് വിച്ച് നോ വൺ ഹാഡ് എവർ സീൻ ബിഫോർ ഓൺ ഹിരോഷിമ, ജപ്പാൻ. ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അറ്റോമിക് ബോംബാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് വർഷിച്ചത്. കോഡ് നെയിംഡ് ലിറ്റിൽ ബോയ്. അതിൻ്റെ കോഡ് നെയിം ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓഫ് ദ ഓൺലി 2 യൂസസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ എൻ ആംഡ് കോൺഫ്ലിക്റ്റ്. ആംഡ് കോൺഫ്ലിക്റ്റിനകത്തെ 2 യൂസുകളിൽ ഒന്നായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. 3 days later, on August 9, 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9-ന് another bomb codenamed Fat Man was dropped on Nagasaki. ഫാറ്റ് മാൻ എന്ന കോഡ് നെയിമുള്ള ഒരു ബോംബ് നാഗസാക്കിയിലും അവർ ഡ്രോപ്പ് ചെയ്യുന്നു. ദ ഡിസിഷൻ ടു ബോംബ് ഹിരോഷിമ വാസ് മെയ്ഡ് ഇൻ ലൈറ്റ് ഓഫ് ജപ്പാൻസ് റിഫ്യൂസൽ ടു സറണ്ടർ ഇൻ വേൾഡ് വാർ 2. 2-ാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങാനുള്ള ഒരു വിമുഖതയാണ് ശരിക്കും അമേരിക്കയെ ഈ ഒരു ബോംബിങ്ങിലേക്ക് നയിച്ചത്. ദ വാർ ഹാഡ് എൻഡഡ് ഇൻ യൂറോപ്പ് വിത്ത് ജർമ്മനീസ് ഫോൾ. ജർമ്മനിയുടെ തകർച്ചയോടുകൂടെ ഈ ഒരു യുദ്ധം അവസാനിച്ചു. ബട്ട് ദ അലൈഡ് ഫോഴ്സസ് ആൻറ്റിസിപ്പേറ്റഡ് അനദർ ഇയർ ഓഫ് ഫൈറ്റിംഗ് ടു ഡിഫീറ്റ് ജപ്പാൻ. ജപ്പാനെ തോൽപ്പിക്കുന്നതിനായി വേറെയൊരു വർഷവും കൂടി അവർ മുന്നിൽ കണ്ടു. ദ ഇൻവേഷൻ ഓഫ് ദ ജാപ്പനീസ് മെയിൻലാൻഡ് വാസ് ഡീംഡ് ടു കോസ്റ്റ്ലി. ജാപ്പനീസ് മെയിൻലാൻഡ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നിവർ കണ്ടെത്തുന്നു. ആൻഡ് ടൈം ടേക്കിംഗ് ആൻഡ് ഡിവാസ്റ്റേറ്റിംഗ് ഫോർ ദ അലൈസ് ടു അണ്ടർടേക്ക്. അത് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ സമയമെടുക്കുന്നതും ആണെന്നുള്ളത് അവരെല്ലാവരും തന്നെ അലൈസ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. The United States had already developed 2 atomic bombs in the Manhattan Project and decided to use them against Japan with the approval of all the other allied nations. ബാക്കിയുള്ള എല്ലാ കക്ഷികളുടെയും സമ്മതത്തോടുകൂടെ ജാപ്പാനെതിരെ വീണ്ടും അമേരിക്ക ഒരു അറ്റോമിക് ബോംബിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ദ റിസൾട്ട് വാസ് ദ പ്രോംപ്റ്റ് ആൻഡ് അറ്റർ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിരോഷിമ. ഹിരോഷിമയുടെ പൂർണ്ണമായ തകർച്ചയായിരുന്നു അതിൻ്റെ റിസൾട്ട്. ഇറ്റ് വാസ് എ ബസ്ലിംഗ് സിറ്റി ഓഫ് തൗസൻഡ്സ്. ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നൊരു തിരക്ക് പിടിച്ചൊരു നഗരമായിരുന്നു അത്. ഇറ്റ് വാസ് റെഡ്യൂസ് ടു ആഷസ് വിതിൻ മിനിറ്റ്സ്. മിനിറ്റുകൾ കൊണ്ട് ആ ഒരു നഗരം ചാരമായി കഴിഞ്ഞു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അറൌണ്ട് 2 lakh people died from the bombing and its after effects like radiation poisoning.
ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു ബോംബിങ്ങിൽ മരണപ്പെടുന്നതും മാത്രമല്ല അതിനെ തുടർന്ന് റേഡിയേഷൻ പോലെയുള്ള മാരകമായ വിഷകരമായ പ്രശ്നങ്ങളും വരുന്നത്. ദ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ബോംബിങ്സ് ആർ എ ബ്ലോട്ട് ഓൺ ഹ്യൂമാനിറ്റി. മാനവികതയ്ക്കേറ്റ ഒരു അടിയാണ് ശരിക്കും ഈ നാഗസാക്കി ഹിരോഷിമ ബോംബിങ്സ്. ബട്ട് ദേ ഓൾസോ എൻറ്റഡ് വേൾഡ് വാർ സെക്കൻഡ്. അതോടുകൂടെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു. പ്രിവെൻറ്റിംഗ് പൊട്ടൻഷ്യൽ ഇയേഴ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് തൗസൻഡ്സ് ഓഫ് മിലിറ്ററി ആൻഡ് സിവിലിയൻ കാഷ്വാലിറ്റീസ്. വർഷങ്ങളായിട്ടുള്ള പട്ടാള പ്രവർത്തനങ്ങളെയും മറ്റുള്ളതിനെയും എല്ലാം തടഞ്ഞുകൊണ്ട്. ഹിരോഷിമ ആൻഡ് നാഗസാക്കി വർ ചോസൻ ബിക്കോസ് ദേ ഹാഡ് ബിഗ് മിലിറ്ററി ഗാരിസൺസ് ആൻഡ് ഫാക്ടറി. ഹിരോഷിമയും നാഗസാക്കിയും ചൂസ് ചെയ്തതിൻ്റെ കാരണം അവിടെ വലിയ വലിയ മിലിറ്ററി ഫാക്ടറികൾ ഉണ്ടായിരുന്നു എന്നതാണ്. മെനി ഹിസ്റ്റോറിയൻസ് ആർഗ്യൂ ദാറ്റ് ദ സ്റ്റെപ്പ് വാസ് ടു എക്സ്ട്രീം ആൻഡ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ വാർ ക്രൈം. ഒരുപാട് ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകൾ വിലയിരുത്തുന്നു അത് വളരെയധികം പരിതാപകരവും അതുപോലെ തന്നെ ഒരു ക്രൈമായി കൺസിഡർ ചെയ്യേണ്ട ഒന്നുമാണ്. വി ഒബ്സർവ് ദിസ് ഡേ ടു റിമെമ്പർ ഓൾ ദ ലോസ്റ്റ് സോൾസ് ഹു പെരിഷ്ഡ് ഫോർ നോ റീസൺ ഇൻ ദ ഹിരോഷിമ ബോംബിങ്സ്. ഈ ഒരു ദിനം ഹിരോഷിമ ബോംബിങ്ങിൻ്റെ അന്ന് കാരണം കൂടാതെ മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും ഓർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ലെറ്റ് us always remember. ഇനി ഇപ്പോഴും നമുക്ക് ഓർക്കാം ദ ഡെഡ്ലി പവർ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഹൗ ഇറ്റ് കുഡ് ഫ്ലാറ്റൻ ദ വേൾഡ്. ഈ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഒരു ഡെഡ്ലി പവർ എന്താണ് എന്നതിനെക്കുറിച്ചും ഈ ലോകത്തെ എങ്ങനെയായിരിക്കും അത് നശിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് ഓർത്തിരിക്കാം. ടുഡേ ലെറ്റ് us pledge to work for peace and not war. യുദ്ധത്തിന് വേണ്ടിയല്ല സമാധാനത്തിനു വേണ്ടി ഇന്നു മുതൽ നമ്മൾ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. താങ്ക് യു. അടുത്തതായി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐ നോ നോട്ട് വിത്ത് വാട്ട് വെപ്പൺസ് വേൾഡ് വാർ 3 വിൽ ബി ഫought, ബട്ട് വേൾഡ് വാർ 4 വിൽ ബി fought with sticks and stones. ആൽബർട്ട് ഐൻസ്റ്റൈൻ. നമ്മൾ ഈ ഒരു പ്രസംഗത്തിനകത്ത് പറഞ്ഞ ഒരു കോട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ യുദ്ധത്തെക്കുറിച്ചുള്ള ആ ഒരു കോട്ട്. ആ ഒരു കോട്ട് വായിച്ചിട്ട് റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഹാവ് ചേഞ്ച്ഡ് ദ ഫേസ് ഓഫ് വാർഫെയർ with the use of biochemical weapons, autonomous drones and cyber attacks. അതായത് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റോടുകൂടെ ഈ വളർച്ചയോടുകൂടെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ചിലവും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഒരു ഭാരിച്ച ചിലവ് തന്നെ വന്നിട്ടുണ്ട്. ആർ വി പ്രോഗ്രസിങ് ടു എ സേഫർ ഫ്യൂച്ചർ? നല്ലൊരു ഭാവിയിലേക്കാണോ നമ്മൾ ഈ പ്രോഗ്രസ് ചെയ്തു വളർന്നുകൊണ്ടിരിക്കുന്നത്? ഓർ ആർ വി ഓൺ ദ പാത്ത് ഓഫ് സെൽഫ് ഡിസ്ട്രക്ഷൻ? അതോ നമ്മളെ തന്നെ ഇല്ലാതാക്കുകയാണോ? Draft arguments on both aspects of the question to explore the future of war and its impact on the society of the 21st century. 21ാമത്തെ നൂറ്റാണ്ടിൽ ഈ യുദ്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചും അത് നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചും ഒരു ഡിബേറ്റിൻ്റെ ടോപ്പിക്കായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ഫേവർ ചെയ്തിട്ടും ഒപ്പോസ് ചെയ്തിട്ടും നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് യുദ്ധം ശരിക്കും നമ്മുടെ ലോകത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രവണതയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നതാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് എന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഈ കെമിക്കൽ വെപ്പൺസിൻ്റെ അതുപോലെ ബയോളജിക്കൽ വെപ്പൺസിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, മോസ്റ്റ് കൺട്രീസ് യൂസ് ദം ഫോർ അറ്റാക്കിംഗ് എനിമി കൺട്രീസ്. ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാനാണ് പല രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് ആർ യൂസ്ഫുൾ ഫോർ സെൽഫ് ഡിഫെൻസ്. സ്വയം പ്രതിരോധം തീർക്കാൻ ഇവയെല്ലാം തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എ കൺട്രി വിൽ നോട്ട് ഡെയർ ടു അറ്റാക്ക് അനദർ ഇഫ് ദ പോസിബിലിറ്റി ഓഫ് ബീങ് അറ്റാക്ഡ് ഇൻ റിട്ടേൺ ഈസ് പ്രോബബിൾ. തിരിച്ചടിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു രാജ്യത്തെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ മച്ച് ചീപ്പർ ആൻഡ് ഈസിയർ ടു ബിൽഡ് ദാൻ ദ കൺവെൻഷണൽ ബോംബ്സ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ബോംബുകൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയറും ചീപ്പറുമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദിസ് ഈസ് ഗുഡ് ഫോർ നാഷൻസ് ദാറ്റ് വാണ്ട് ടു റിഡ്യൂസ് ദിയർ ഡിഫൻസ് ബഡ്ജറ്റ്. ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കാൻ ഇത് നല്ലതാണ് എന്ന് പറയുന്നു. ദേ ആർ കോൾഡ് എ പൂർ നാഷൻസ് അറ്റോമിക് ബോംബ്. അതായത് പാവപ്പെട്ട രാജ്യങ്ങളുടെ അറ്റോമിക് ബോംബ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വെൻ പീപ്പിൾ ബിക്കം സിക്ക് ബൈ യൂസിങ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് ദേ വിൽ നീഡ് അറ്റൻഷൻ ബൈ ദ ലിവിങ്. ഇതുപോലെയുള്ള ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകൾ സിക്കാവും. ദേ വിൽ നീഡ് അറ്റൻഷൻ ബൈ ദ ലിവിങ്. അവർക്ക് ലിവിങ്ങിൽ അറ്റൻഷന് വേണ്ടി വരും. ദസ് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ അറ്റംപ്റ്റിംഗ് ടു കിൽ വൺ ഇൻഡിവിജ്വൽ. ഒരാളെ കൊല്ലുന്നതിനേക്കാളും ഇതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ആണ്
ഇനിയുള്ളത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ്. ദെയർ അൺഅവോയ്ഡബിൾ ലാസ്റ്റിംഗ് എഫക്റ്റ്. അതിൻ്റെ അവസാനിക്കാത്ത ആ ഒരു എഫക്റ്റ്. വൺസ് ദേ ആർ ഔട്ട്, ദ വെപ്പൺസ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു അൺലീഷ് മാസീവ് എപ്പിഡമിക്സ് ഓഫ് ഡെഡ്ലി ഇൻഫെക്ഷസ് ഡിസീസ്. മാരകമായ രോഗങ്ങൾക്കുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ടെററിസ്റ്റ് ക്യാൻ ഈസിലി യൂസ് ദം. അതായത് ഭീകരവാദികൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനാവും. ദേ ആർ ഈസി ടു പ്രൊഡ്യൂസ്. അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ദേ ഹാവ് എ ഡോസ് എക്കോളജിക്കൽ എഫക്ട്സ്. അതിന് വളരെ മാനസികമായ പല എഫക്റ്റുകൾ വരുന്നുണ്ട്. ദേ ഇൻക്ലൂഡ് ഫിയർ ആൻഡ് ആങ്സൈറ്റി ആൻഡ് എവറി ലൈഫ്. ഒരു പേടി, ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠ കാര്യങ്ങളൊക്കെ. ആൻഡ് ദ ഈസിലി സ്പ്രെഡ് കോമൺ പ്രോബ്ലംസ് ലൈക്ക് നോസിയ, ഹെഡേക്ക്, സോർ ത്രോട്ട് ആൻഡ് മെനി അതർ ഇറിറ്റബിൾ കണ്ടീഷൻസ്. ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നതും കൂടി ഇവിടെ പറയുന്നു. ഓക്കെ, സോ ഹിയർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയറി എൻട്രിയുടെ ചോദ്യമാണ്. ദ വുമൺ ഇൻ മോർണിംഗ് ഡ്രസ് ഇസ് ഡീപ്ലി മോർഡ് ബൈ ദ സ്റ്റൗട്ട് മാൻസ് ഗ്രീഫ് അറ്റ് ദ ഡെത്ത് ഓഫ് ഹിസ് സൺ. ഓക്കെ, ഷീ പോസ് ഔട്ട് ഹെർ ഫീലിംഗ്സ് ഇൻ ഹെർ ഡയറി ദാറ്റ് ഈവനിങ്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അപ്പം ആക്ച്വലി ആ ഒരു സ്റ്റൗട്ട് മാനുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷന് ശേഷം അവൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു ദിവസം അവൾ അവളുടെ ഫീലിങ്സ് ഡയറിക്കകത്ത് എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എങ്ങനെയായിരിക്കും ആ ഡയറി എന്നൊരു ചോദ്യമാണ്. സോ പ്ലീസ് ലുക്ക് അറ്റ് ദ ആൻസർ. ഐ വാസ് ട്രാവലിംഗ് ടു സുൽമോണ ഇൻ എ ലോക്കൽ ട്രെയിൻ. ഞാനൊരു ലോക്കൽ ട്രെയിനകത്ത് സുൽമോണയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഐ വാസ് ഫീലിംഗ് സാഡ് തിങ്കിങ് ഓഫ് മൈ സൺ ഹു ഡൈഡ് ഇൻ ദ വാർ. യുദ്ധത്തിൽ മരണപ്പെട്ട എൻ്റെ മകനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ഹിസ് മെമ്മറീസ് വർ കമ്മിങ് ടു മീ ആൻഡ് ഐ വാസ് ഡിസ്ട്രെസ്ഡ്. അവൻ്റെ ഓർമ്മകൾ എന്നെ വളരെയധികം നിരാശയിലാഴ്ത്തി. സഡൻലി ഐ ഹേർഡ് എ മാൻസ് ലവ് ടോക്ക്. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ വലിയ ശബ്ദം ഞാൻ കേട്ടു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ നോക്കി. ഹി വാസ് എ സ്റ്റൗട്ട് മാൻ. അദ്ദേഹം ഒരു തടിച്ച മനുഷ്യനായിരുന്നു. ഹി വാസ് റെഡ് ഫേസ്ഡ് ആൻഡ് ഹാഡ് ബ്ലഡ് ഷോട്ട് ഐസ്. അദ്ദേഹത്തിന് ചുവന്ന കണ്ണുകളും ചുവന്ന മുഖവും ബ്ലഡ് ഷോട്ട് ഐസും ആയിരുന്നു. ഹി വാസ് പാൻറ്റിങ്. അദ്ദേഹം കിതക്കുന്നുണ്ടായിരുന്നു. ഫ്രം ഹിസ് ബൾജിങ് ഐസ് ഇന്നർ വയലൻസ് ഓഫ് എൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി സീം ടു സ്പർട്ട്. ആളുടെ തള്ളി നിൽക്കുന്ന കണ്ണുകളിൽ നിന്നും ആളുടെ ഇമോഷൻസ് പുറത്ത് കാണായിരുന്നു. ഹി അസിറ്റഡ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഗിവ് ലൈഫ് ടു ദിയർ ചിൽഡ്രൻ ഫോർ ദിയർ ഓൺ ബെനഫിറ്റ്. പാരൻസ് മക്കൾക്ക് ജന്മം നൽകുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. വെൻ ഹി സെഡ് ദിസ് ഓൾ ദ പാസഞ്ചേഴ്സ് സ്റ്റേഡ് ഹിം. അദ്ദേഹം ഈ ഒരു കാര്യം, അതായത് പാരൻസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് എന്ന ചോദ്യത്തോടു കൂടെ എല്ലാവരും അദ്ദേഹത്തെ നോക്കുന്നു. ദെൻ ഹി സെഡ് എവ്രി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈങ്. ശേഷം അദ്ദേഹം പറയുന്നു എല്ലാവരും കരച്ചിൽ നിർത്തണം. എവ്രി വൺ ഷുഡ് ലാഫ് ആസ് ഹി ഡിഡ്. എല്ലാവരും ഞാൻ ചിരിക്കുന്നത് പോലെ ചിരിക്കണം. ദേ ഷുഡ് താങ്ക് ഗോഡ് ആസ് ഹി ഡിഡ് ബിക്കോസ് ഹിസ് സൺ ബിഫോർ ഡൈയിങ് സെൻഡ് ഹിം എ മെസ്സേജ്. എല്ലാവരും ഞാൻ ചിരിക്കുന്നത് പോലെ ചിരിക്കണം, കാരണം തൻ്റെ മകൻ മരിക്കുന്നതിന് മുന്നേ തനിക്കൊരു മെസ്സേജ് അയച്ചു. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാവിങ് എൻറ്റർഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ആസ് ഹി കുഡ് ഹാവ് വിഷ്ഡ്. അവൻ ആഗ്രഹിച്ചതുപോലെ വളരെയധികം സംതൃപ്തിയോടുകൂടെയാണ് ഞാൻ മരിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു മെസ്സേജാണ് അവൻ അയച്ചത്. ദാറ്റ് ഈസ് വൈ ഹി ഡിഡ്ന്റ് ഈവൻ വെയർ മോർണിംഗ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ സങ്കടപ്പെടാത്തതും ആ ഒരു മോർണിംഗ് ഡ്രസ് ധരിക്കാത്തതും. പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ഹിം ഇൻ വണ്ടർമെൻറ്റ് ഫോർ ഹിസ് സ്റ്റോയിസിസം. യാതൊരു പരാതിയും പരിഭവമില്ലാതെ തൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ അദ്ദേഹത്തെ നോക്കുന്നു. Then I just asked him if his son really did. ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു? There was a sudden change in him. He looked deeply into my face with his great, bulging, horribly watery eyes. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം മാറി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ നിറഞ്ഞ കണ്ണുകളോടുകൂടെ തള്ളി നിൽക്കുന്ന കണ്ണുകളും എല്ലാം വെച്ച് എന്നെ തന്നെ നോക്കി. For a time he tried to answer. അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിച്ചു, പക്ഷേ words failed him. He suddenly realized that his son was really gone forever. വളരെ പെട്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ മകൻ എന്നേക്കുമായി തന്നെ വിട്ടുപോയി എന്ന കാര്യം. His face contracted and became horribly distorted. He snatched his handkerchief from his pocket and broke into a harrowing, heartbreaking, uncontrollable sobs. ശേഷം അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്നും ഹാൻഡ്കർച്ചീഫ് എടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? പൊട്ടിക്കരയാൻ തുടങ്ങി എന്ന് പറയാണ്. I felt sad. എനിക്ക് വളരെയധികം സങ്കടം തോന്നി. I shouldn't have asked him that question. ഞാൻ അവനോട് അദ്ദേഹത്തോട് ആ ഒരു ചോദ്യം ചോദിക്കരുതായിരുന്നു. Question 4. The passengers in the train were amazed to see the stout man break into uncontrollable sobs. ട്രെയിനിനകത്തെ ആളുകൾ മുഴുവൻ വളരെ അത്ഭുതത്തിലായിരുന്നു ആ സ്റ്റൗട്ട് മാൻ കരഞ്ഞതോടുകൂടെ. ബാക്ക് ഹോം, വീട്ടിലെത്തിയിട്ട്, എ പാസഞ്ചർ നറേറ്റ്സ് ദി എക്സ്പീരിയൻസ് ടു ഹിസ് ചിൽഡ്രൻ.
അതിലെ ആ ട്രെയിനിനകത്തെ ഒരു യാത്രക്കാരൻ തനിക്കുണ്ടായ ആ ഒരു അനുഭവം തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹി റിക്കൗണ്ട്സ് ഹൗ ദ സ്റ്റൗട്ട് മാൻ ട്രൈസ് ഇറ്റ് ഫേസ്റ്റ് ടു ഹൈഡ് ഹിസ് ഇമോഷൻ. ആദ്യം അദ്ദേഹം തൻ്റെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഓൺലി ടു ബ്രേക്ക് ഡൗൺ മിനിറ്റ്സ് ലേറ്റർ, മിനിറ്റുകൾക്കകം അദ്ദേഹം ബ്രേക്ക് ഡൗൺ ചെയ്തു. ആ സങ്കടങ്ങളെ മുഴുവൻ പുറത്ത് കാണിക്കുന്നുണ്ട്. റൈറ്റ് ദ പോസിബിൾ നറേഷൻ. ആ ഒരു നരേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. സോ ദിസ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ. സോ ഇത് ഞാൻ മലയാളം പറയാതെ ഇംഗ്ലീഷ് മാത്രം വായിക്കുന്നുള്ളൂ. നിങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഡിയർ ചിൽഡ്രൻ, I am going to tell you what happened in a local train in which I was traveling to Sulmona. There were only a few passengers in our compartment. All of them were parents whose children were either soldiers already fighting in the war or going to join the army. Some parents had lost their sons in the war, so the atmosphere in the train was one sadness and sorrow. Some were wearing morning dress. More people were discussing things about the war and the fate of their children. Suddenly, I heard a stout man speaking loudly. He was red faced and had bloodshot eyes. He was panting. From his bulging eyes, inner violence of an uncontrolled vitality seemed to spurt. He asserted that people don't give life to their children for their own benefit. When he said this, all the passengers stared at him. Then he said everyone should stop crying, everyone should laugh as he did. They should thank God as he did because his son before dying sent him a message. The message was he was dying satisfied at having entered his life in the best way as he could have wished. That is why he didn't even wear mourning. People looked at him in wonderment for his stoicism. Then a woman in a mourning dress asked the stout him if his son really died. There was a sudden change in him. He looked deeply into her face with his great, bulging, horribly watery eyes. For a time, he tried to answer, but words failed him. He suddenly realized that his son was really gone forever. His face contracted and became horribly distorted. He snatched his handkerchief from his pocket and broke into a harrowing, heartbreaking, uncontrollable sobs. All the time, the stout man was pretending that he was not sorry at the death of his son as he served his country through his valiant death. But woman's question shattered him, and he couldn't anymore suppress his strong emotions. No father can accept the untimely death of his son. So, ശരിക്കും ഈ ഒരു നരേഷൻ്റെ ഒരു ആൻസറാണ് നമ്മളിവിടെ ശരിക്കും വായിച്ചിട്ടുള്ളത്. ഞാനിതിനൊരു മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു നരേഷൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡയറി ക്വസ്റ്റ്യനും. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായും മക്കൾ ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് ചോദ്യോത്തരങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുണ്ടാവേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതോടുകൂടെ ഈ വാർ എന്ന കഥ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പാഠഭാഗങ്ങൾ തീരുകയാണ്. സോ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർബന്ധമായും നിങ്ങൾ കോമൻറ്റിനകത്ത് രേഖപ്പെടുത്തണം. ആൻഡ് കീപ് സപ്പോർട്ടിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ, it's me signing off as a causes. Thank you.